എന്റെ ചോദ്യം ഈ പഞ്ചകോശങ്ങളെ ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിൻ്റെ അകത്ത് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഇതില് ഈ അഞ്ചെണ്ണത്തിലും പല എണ്ണത്തിനും നമുക്ക് മൈക്രോയിൽ കാണുന്ന പോലെ മാക്രോയിൽ ഒരു വേർഷൻ, ഒരു കോസ്മിക് ആയിട്ടുള്ള ഒരു വേർഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ പ്രാണമയ കോശം, മനോമയ കോശത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും ഒരു കോസ്മിക് ആയിട്ടുള്ള ഒരു വേർഷൻ വിജ്ഞാനമയ കോശത്തിലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ സംശയം, ഈ അന്നമയ കോശത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രാപഞ്ചികമായിട്ടുള്ള കോസ്മിക് ആയിട്ടുള്ള ഒരു പതിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. നല്ലൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും അന്നമയ കോശം എന്ന് പറയുന്നത് ഗ്രോസ് മാറ്റർ എന്നുള്ള അർത്ഥത്തിലാണ്. ശരീരം ആണ് അന്നമയ കോശം, അതായത് മാനിഫെസ്റ്റ് ആയിരിക്കുന്ന കോൺക്രീറ്റ് ബോഡി. അപ്പോൾ അന്നമയ കോശത്തിൻ്റെ രാഹിത്യമാണ് മറ്റ് തരത്തിലുള്ള ശരീരങ്ങൾ, സ്ഥൂല ശരീരം ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അവിടെ അന്നമയ കോശമില്ല. അപ്പം അന്നമയ കോശം ഉദ്ദേശിക്കുമ്പോൾ യൂണിവേഴ്സലായിട്ട്, അതായത് പ്രാപഞ്ചികമായിട്ടൊരു അന്നമയ കോശം എന്ന് പറയുകയാണെങ്കിൽ അതിനെ അസ്തിത്വമുള്ള ഭൗതിക സാഹചര്യം, ഭൗതിക വസ്തുക്കളോട് കണക്കാക്കേണ്ടി വരും. ഭൂമി, മറ്റു ഗോളങ്ങൾ, അവയിലുള്ള ആൾക്കാർ, സസ്യജീവജാലങ്ങൾ, അതിനകത്തുൾപ്പെടുന്ന സ്ഥൂല ശരീരങ്ങൾ എല്ലാം ചേർത്താണ് ഒരു പ്രാപഞ്ചികമായിരിക്കുന്ന സമഷ്ടിയായിരിക്കുന്ന അന്നമയ കോശം എന്ന് ചിന്തിക്കാൻ പറ്റുന്നത്. ആ അന്നമയ കോശത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈറ്റൽ ഷീത്തായിട്ട്, വൈറ്റൽ എനർജി ഫീൽഡായിട്ട് നമുക്ക് സമഷ്ടിയായുള്ള പ്രാണമയ കോശത്തെയും കാണാം. സമഷ്ടിയായിരിക്കുന്ന മനസ്സ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ച സമഷ്ടിയായിരിക്കുന്ന മനസ്സ്, ഈ സമഷ്ടിയായ മനസ്സ് എന്ന് പറയുന്നത് വ്യഷ്ടി മനസ്സുകളുടെ ആകത്തുകയും കൂടിയാണ്. അതാണ് വ്യഷ്ടി മനസ്സുകളിൽ ഉണ്ടാകുന്ന ഖിന്നതകൾ, ദുഃഖങ്ങൾ, രൗദ്രഭാവങ്ങൾ, ഇവയ്ക്കൊക്കെ സമഷ്ടിയിൽ സ്വാധീനമുണ്ടെന്ന് പറയുന്നതിന് കാര്യം. നമ്മളിപ്പോൾ ഒരു മോശപ്പെട്ട ചിന്ത നടക്കുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥത തോന്നുന്നു എന്ന് ചിലർ പറയാറുണ്ട്. കാരണം ആ സമഷ്ടിയുടെ ആ ഭാഗത്ത് അവിടെയുള്ള വ്യഷ്ടി ചിന്തകൾ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്തരീക്ഷത്തെ സ്വാധീനിക്കാൻ വ്യഷ്ടിയുടെ ചിന്തകൾക്ക് കഴിയുന്നു. അതുതന്നെയാണ് ജപസാധനകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നാമോച്ചാരണങ്ങളൊക്കെ കൊണ്ട് പവിത്രീകരിക്കുന്നു എന്ന് സങ്കല്പിക്കുന്നതിൻ്റെയും പിറകിൽ അത് തന്നെയാണ്. അപ്പോൾ ആ മനോമയ കോശം എന്ന് പറയുന്നതിനകത്ത് വ്യഷ്ടിയായിരിക്കുന്ന മനോമയ കോശങ്ങളുടെ ഒരു സംഘാതമുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടി വരും, എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതിന് കഴിഞ്ഞ് വിജ്ഞാനമയ കോശവും ആനന്ദമയ കോശവും ചിദാനന്ദ സ്വരൂപങ്ങളാണ്. യഥാക്രമം ചിത് സ്വരൂപമായിട്ടും ചിത് ശക്തിയായിട്ടും ആനന്ദമയ കോശം ആനന്ദ ശക്തിയുമായി, ആനന്ദമായിട്ടും ചിത്തിനുമായിട്ടും ആനന്ദമായിട്ടും അത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ചിദാനന്ദങ്ങൾ എന്ന് പറയുന്നതും അവിടെ ഓരോ വ്യക്തിയുടെയും തിരിച്ചറിവുകൾ അവിടെ സ്റ്റോറേജ് ഉണ്ട്. ഓരോ വ്യക്തിയുടെ അനുഭവങ്ങളും അവിടെ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെയുള്ള സമഷ്ടിയായിട്ടുള്ള സാന്നിധ്യമാണ് ചിദാനന്ദ ഭാവങ്ങൾ എന്ന് മനസ്സിലാക്കണം. അതായത് ചിത്ത്, ആനന്ദം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ രണ്ട് ഭാവങ്ങളായിട്ട് ആദ്യമേ ഉള്ളതാണെന്ന് നമുക്കറിയാം. അത് ഓരോ വ്യക്തിയിലും ആനന്ദമയ കോശവും വിജ്ഞാനമയ കോശവുമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. സമഷ്ടി മനസ്സ് മനോമയ കോശമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രാണൻ പ്രാണമയ കോശമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രാണമയ കോശം എന്ന് പറയുമ്പോൾ വിശ്വം, തൈജസം, പ്രാജ്ഞൻ, തടസ്സൻ, ഇങ്ങനെ 4 തരത്തിലുള്ള അവസ്ഥകളിൽ പ്രാണൻ 4 അവസ്ഥകളിൽ, ജാഗ്രത, സുഷുപ്തി, സ്വപ്നം, തുരീയം, ഇങ്ങനെ 4 അവസ്ഥകളിൽ മനുഷ്യ ശരീരങ്ങളിലും എല്ലാ ജീവജാലങ്ങളുടെ ശരീരത്തിലും ഈ 4 അവസ്ഥകളിൽ പ്രാപിക്കുന്നുണ്ട്. പ്രാണന്മാർ, ഉപപ്രാണന്മാർ, ഇതൊക്കെ ഒരു പ്രാണസഞ്ചയം, പ്രാണലോകം തന്നെ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം.
അപ്പോൾ അതിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് മനുഷ്യരിലോ മറ്റ് ജീവജാലങ്ങളിലോ ഒക്കെ കുടികൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ആദ്യത്തെ 3 കോശങ്ങൾ കഴിഞ്ഞാൽ താഴെയുള്ള 2 ശരീരം ഇല്ലാത്തവർക്ക് സൂക്ഷ്മ ശരീരങ്ങൾക്കില്ല. അവിടെ വിജ്ഞാനമയ കോശവുമായി ബന്ധപ്പെട്ടാണ് ഘ്രാണശക്തിയെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷ്മമായിരിക്കുന്ന ഭാവത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഘ്രാണമാണ്. ഘ്രാണശക്തി ഒഴിച്ച് മറ്റു പല ഇന്ദ്രിയ വിഷയങ്ങളും ശരീരമില്ലാതെ വ്യക്തമായി അനുഭവിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ബോധപ്രാപ്തി നേടുന്ന മുറയ്ക്ക് ആ വ്യക്തിയുടെ മനസ്സിന് ഈ സ്ഥൂലമായ ഇന്ദ്രിയങ്ങളുടെ അസാന്നിധ്യത്തിൽ പോലും സൂക്ഷ്മമായ തലത്തിൽ ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കാനുള്ള കഴിവുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് അവിടെ പ്രാണനെയും ഘ്രാണത്തെയും കൂടെ ഒരുമിച്ച് മനുഷ്യൻ്റെ കാര്യത്തിൽ ചേർത്തിട്ടുണ്ട്, വായുവുമായി ബന്ധപ്പെടുത്തി ചേർത്തിട്ടുണ്ട്. ഘ്രാണശക്തി, ശ്വസനം, ഇതെല്ലാം ഒരു കേന്ദ്രം വഴി, തലച്ചോറിൻ്റെ ഒരു കേന്ദ്രം വഴി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നിയന്ത്രണമല്ല മറ്റുള്ള ശരീരമില്ലാതിരിക്കുമ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കണം. നമുക്ക് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഹാർഡ്വെയറിൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ. ഏതാണ്ട് ആ പ്രപഞ്ചഘടന നമുക്ക് ഏറ്റവും പെട്ടെന്ന് പഠിക്കാവുന്നൊരു സംഗതിയാണ് സൈബർനെറ്റിക്സ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അന്നമയകോശം സമഷ്ടിയായിരിക്കുന്ന ഭൗതിക പ്രപഞ്ചമാകുന്നു, പ്രാണമയകോശം പ്രാണസഞ്ചയമാകുന്നു, പ്രാണ ഉപപ്രാണ സംഘാതമാകുന്നു, മനോമയകോശം സമഷ്ടി മനസ്സാകുന്നു, വിജ്ഞാനമയകോശം ചിത് ശക്തിയാകുന്നു, ആനന്ദമയകോശം ആനന്ദമാകുന്നു. ചിത്തും ആനന്ദവും ചേർന്ന്, ഇതെല്ലാം കൂടെ ചേർന്ന് സമഷ്ടിയായിരിക്കുന്ന പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നു. അതിനൊക്കെ അപ്പുറത്ത് സാക്ഷാതായിരിക്കുന്ന ചൈതന്യവത്തായിരിക്കുന്ന മൂലകാരണം എന്നുദ്ദേശിക്കുന്ന മഹത്തത്വം എങ്ങനെയാണോ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, അതുപോലെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന സത്ത് അവിടെ ഉണ്ടായിരിക്കും. ഇത് സത്ത് നിലനിൽക്കുന്നത് ഇതൊക്കെ ആയിട്ടാണ് എന്ന് മനസ്സിലാക്കണം. സത്തുണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാമായി എക്സിസ്റ്റ് ചെയ്യേണ്ടി വരും. സത്ത് ഇല്ലാതിരിക്കുന്നൊരവസ്ഥയിൽ ഇതൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്തിനെ ഉണ്ടാക്കാൻ പറ്റാത്തതാണ്. മനസ്സിലായില്ലേ? അതായത് ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതല്ല. പിന്നെ അത് ഏകമാണ്, ഒന്നു മാത്രമാണ്, നിരപേക്ഷമാണ്, വേറൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ്. നാഗാർജുനൻ ആദ്യം തന്നെ മധ്യമകാരികയിൽ അദ്ദേഹം സത്തിനെ ഡിനൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതും ഇതേ വാദങ്ങളാണ്. അതായത് അത് ഏകമാണ്, ഏകമായിരിക്കണം, നിരപേക്ഷമായിരിക്കണം, അതുമാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിരപേക്ഷമായിരിക്കണം, വേറൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അദ്ദേഹം ഡിപ്പെൻഡൻറ്റ് ഒറിജിനേഷൻ എന്ന് പറയുന്ന ബുദ്ധൻ്റെ തിയറി, അതായത് പ്രതീത്യ സമുത്പാദത്തെ മറ്റൊരു വീക്ഷണകോണിൽ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് നാഗാർജുനൻ വാദിക്കുന്നത്. നാഗാർജുനൻ ഒരു മഹായാന പണ്ഡിതനായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ അദ്ദേഹം ത്രിപീഠകങ്ങളെക്കുറിച്ച്, ത്രിപീഠകം എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് പറഞ്ഞില്ല, വിനയപീഠകം, സൂത്രപീഠകം, അഭിധർമ്മപീഠകം, 3 തരത്തിലുള്ള വിവിധമായിരിക്കുന്ന പീഠകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ്ക്കറ്റുകൾ എന്നർത്ഥം. ഈ 3 ബാസ്ക്കറ്റുകളെക്കുറിച്ച്, സൂത്രങ്ങളുടെ ബാസ്ക്കറ്റ്, വിനയം എന്ന് പറഞ്ഞാൽ റൂൾസ് എന്നാണ്, ശീലങ്ങളാണ്, അവയുടെ ഒരു ബാസ്ക്കറ്റ്, പിന്നെ അഭിധർമ്മത്തിൻ്റെ ബാസ്ക്കറ്റ്. ഈ 3 പീഠകങ്ങളെയും അദ്ദേഹം
സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് അദ്ദേഹം മഹായാനത്തിലായിരുന്നു എന്ന് തീർത്ത് പറയാനും ഒക്കില്ല. എന്നാലും മഹായാന പണ്ഡിതനായിട്ടാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, സംസ്കൃതം അദ്ദേഹം ഉപയോഗിച്ചത്. നമ്മളിപ്പോൾ അദ്ദേഹത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഏകം നിരപേക്ഷം, പിന്നെന്താ പറയുക, ഏകം നിരപേക്ഷം, 4 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ 4 കാര്യങ്ങളെയും വച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ അസ്തിത്വത്തെ എതിർത്തുകൊണ്ട് എംപ്റ്റിനെസ്സിനെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത് ഉള്ള സമയത്ത് മാത്രമേ ഇത് ഉണ്ടാകുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതുണ്ടാകുന്നുള്ള സമയത്ത്? സത്ത് നിലനിൽക്കുന്ന സമയത്ത് സത്തായിട്ട് മാത്രമല്ല നിൽക്കുന്നത്, ചിത്ത്, ആനന്ദം എന്നിവയായിട്ടും അവയിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന സമഷ്ടിയായിരിക്കുന്ന ആനന്ദമയ കോശം, വിജ്ഞാനമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം, ഭൗതിക പ്രപഞ്ചമാകുന്ന അന്നമയ കോശം, ഇങ്ങനെ സമഷ്ടി രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ സാധൂകരിക്കുന്ന നിരവധി കാര്യങ്ങൾ ഔപനിഷദികമായിട്ടുമുണ്ട്, അല്ലാതെ പൗരാണികമായിട്ടുമുണ്ട്. അത് മനസ്സിലാക്കിക്കോണം, നോക്കി മനസ്സിലാക്കിക്കോണം. പിന്നെ 2, എൻ്റെ അഭിപ്രായത്തിൽ ഒരുവൻ്റെ മരണശേഷം മനോമയ കോശം സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്നു. മനസ്സുപോലെ സഞ്ചരിക്കുന്ന വേറൊന്നുമില്ല, സഞ്ചാരപ്രിയനാണ് മനസ്സ്. വളരെ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരം ഉള്ളതുകൊണ്ടാണ് കുറച്ചെങ്കിലും അതിൻ്റെ വേഗത കുറയുന്നത്. വിജ്ഞാനമയ കോശവും ആനന്ദമയ കോശവും ആ ശരീരത്തിലിരിക്കുന്നതും മുൻ ശരീരങ്ങളിൽ ഉണ്ടായിരുന്നതുമായ അറിവുകളെയും അനുഭവങ്ങളെയും രേഖപ്പെടുത്തി വയ്ക്കുന്നു. ഈ അനുഭവങ്ങളും അറിവുകളും ഒരു കോമൺ ആയിട്ടുള്ള ഒരു റെപ്പർട്ടയറിൽ വന്ന് നിൽക്കേണ്ടതാകുന്നു. എന്ന് വച്ചാൽ അതൊരു വെബ്സൈറ്റ് പോലെയാണ്. ഞാനതാണ് ഒരു സൈബർനെറ്റിക്സിനെ കുറിച്ച് ആലോചിച്ച്, അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ കുറിച്ച് ആലോചിച്ച് നമുക്കിത് വളരെ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും എന്നുള്ള. ഇത് ഇങ്ങനെയല്ല എന്ന് ധരിക്കുന്ന ഒരുപാട് വേദാന്തികളും അദ്വൈതികളും ശൂന്യവാദികളും ഒക്കെ ഉണ്ട്. അവർക്ക് അവരുടേതായ വാദം ഉണ്ടാവും, നല്ലതാണ്. എന്നെങ്കിലും അവർ മനസ്സിലാക്കിക്കോളും എന്നുള്ളതുകൊണ്ട് ധൃതി പിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു തരാം. അപ്പോൾ മനോമയ കോശവും ആനന്ദമയ കോശവും വിജ്ഞാനമയ കോശവും ഈ സൂക്ഷ്മ ശരീരത്തോടൊപ്പം സൂക്ഷ്മ, പരാസൂക്ഷ്മ, അതിസൂക്ഷ്മ ശരീരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അവയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് മനോമയ കോശമാണ് പ്രധാനമായിട്ട്. ആനന്ദമയ കോശവും വിജ്ഞാനമയ കോശവും എല്ലാ സമയങ്ങളിലും അക്സസിബിൾ അല്ല. ശരീരത്തിനകത്ത് തിരിച്ച് പ്രവേശിക്കുമ്പോഴാണ് ഇതിലെ പലതും അക്സസിബിൾ ആവുന്നത്. അതുവരെ അതാണ് ശരീരത്തിനുള്ള വില എന്ന് പറയുന്നത്. നമ്മൾ ഒരു കോടീശ്വരനാണ്, ആ ധനമെല്ലാം നമ്മളൊരു ബാങ്കിൽ സൂക്ഷിക്കുന്നു, നമുക്കറിയാം. പക്ഷെ നമ്മുടെ ATM കാർഡ് കളഞ്ഞുപോയി. എന്തായിരിക്കും സ്ഥിതി? ഇതേ അവസ്ഥയാണ്. അനുഭവങ്ങളും അറിവുകളും പലപ്പോഴും ശരീരം വിടുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ശരീരം കിട്ടിയല്ലാതെ ആക്സസ് കിട്ടുന്നില്ല. അതുപോലും ആ ആക്സസ് നമുക്ക് പൂർണ്ണമായ ഓർമ്മയോടുകൂടി നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ ശരീരത്തിലിരുന്ന് ബോധത്തിലേക്ക് പോകുന്നവർ, ഒന്നുമില്ല, കോണ്ടംപ്ലേറ്റീവായിട്ട് മനസ്സിനെ ശീലിപ്പിക്കുന്നവർ, മനസ്സിനെ ഏകാഗ്രതയിൽ ശീലിപ്പിക്കുന്നവർ, മനസ്സിന് ചാഞ്ചല്യമില്ലാതെ ശീലിപ്പിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് ശരീരം വിട്ടു കഴിഞ്ഞിട്ടും ഈ മനോമയ കോശത്തിന് പുറമേ വിജ്ഞാനമയ കോശവും ആനന്ദമയ കോശവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതൊരു പക്ഷേ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആരുമായിട്ട് സമ്മതിച്ചു തരികയില്ല. നമുക്കിപ്പോൾ സമ്മതത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ വിജ്ഞാനമയ ആനന്ദമയ കോശങ്ങൾ ഒരു വെബ്സൈറ്റ് പോലെ അവൈലബിളാണ്. ആ സ്റ്റോറേജ് ഓഫ് ഡേറ്റ ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് ഒരു സൈറ്റിൽ ഇൻഫർമേഷൻ മാത്രം, അറിവ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അനുഭവങ്ങളെ നമുക്ക് ഒരിക്കലും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു യൂണിവേഴ്സൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ സംഗതിയിൽ ആനന്ദമയ കോശത്തിൻ്റെ സമഷ്ടിഭാവത്തിൽ എല്ലാ അനുഭവങ്ങളും അവരുടെ സ്റ്റോറേജിലുണ്ട്. എല്ലാവരുടെയും ആദിയായിരിക്കുന്ന
പരമാനന്ദം മുതൽ കൊച്ചു 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 ആനന്ദത്തിൻ്റെ സ്ലൈസുകൾ വരെ, കലകൾ വരെ അവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ മരണത്തിന് ശേഷം, ഈ ശരീരത്യാഗത്തിന് ശേഷം, ഈ സ്ഥൂല ശരീരവുമായി ബന്ധപ്പെട്ട രൂപനാമാദികളെ ധ്യാനിക്കുകയും പിന്തുടരുകയും ഉപാസിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഈ അതിസൂക്ഷ്മ പരാസൂക്ഷ്മ ശരീരങ്ങളുമായിട്ടുള്ള ഒരു ബാന്ധവമുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ അനുഭവങ്ങളോ അറിവുകളോ ഓർമ്മ വരാൻ, അത് അക്സസ് ചെയ്യാനുള്ള പാസ്വേഡോ കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്നതുകൊണ്ട് ചില മരിച്ച മഹാത്മാക്കൾ ഞങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്നു, ഞങ്ങളിൽ കൂടി സംസാരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇതിന് കാരണമെന്ന് പറയുന്നത് ഇവിടുന്നുള്ള ഉപാസനയാണ് പ്രധാനമായിട്ട്. അങ്ങനെ അല്ലാതെ നേരെ തിരിച്ചും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ കൃഷ്ണമൂർത്തി പിന്നെ രാജഗോപാൽ ഇങ്ങനെ കുറേ ചെറുപ്പക്കാരെ ഡെഡ് ബീറ്റർ മൈത്രേയൻ്റെ വെഹിക്കിളാവാൻ വേണ്ടി, മൈത്രേയ ബുദ്ധൻ ഒരാളിൽ കൂടെ സംസാരിക്കുമെന്ന്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വെഹിക്കിളാവാൻ വേണ്ടി ഏറ്റവും നല്ല പ്യുവർ ഇൻ്റലിജൻറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആക്കണം എന്ന് പറഞ്ഞ് ട്രെയിൻ ചെയ്തുകൊണ്ട് വന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ള കഥകൾ. അത് ഈ അർത്ഥത്തിലാണ്. ഒരുപക്ഷെ അവർ ഉപയോഗിക്കുന്ന ശാസ്ത്രം അല്ലെങ്കിൽ ടെർമിനോളജി ഒന്നും ഇത് ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് വിജ്ഞാനമയത്തിനും ആനന്ദമയത്തിനും ഉള്ളത്. അപ്പം മരിച്ചു കഴിഞ്ഞ് ഉപാസിക്കുന്നവർക്ക് ചിലപ്പോൾ അവർക്ക് തോന്നുന്നത് അയാളാണ്, ആ ദിവ്യനാണ്, അല്ലെങ്കിൽ ആ യോഗിയാണ്, അല്ലെങ്കിൽ ആ അവധൂതനാണ് എന്നെക്കുറിച്ച് സംസാരിക്കുന്നത്. വാസ്തവത്തിൽ എന്താണ്, നമ്മുടെ മനസ്സിൻ്റെ നിരന്തരമായിരിക്കുന്ന അഭ്യാസം കൊണ്ട് ആ ആനന്ദമയ വിജ്ഞാനമയ കോശങ്ങൾ ആ അറിവുകളിലേക്കും ആ അനുഭവങ്ങളിലേക്കും പോകാനും അത് എൻ്റേതുപോലെ എൻ്റെ ഹാർഡ് ഡിസ്കിലുള്ള ഒരു ഫയൽ പോലെ എനിക്ക് അക്സസ് ചെയ്യാനോ മറ്റുള്ളവരെ കാണിക്കാനോ സാധിക്കുന്നുള്ളതാണ്. ഇതും കൂടെ ഞാൻ പറഞ്ഞു പോയത് എന്തിനെന്ന് വെച്ചാൽ, വിജ്ഞാനമയ കോശത്തെ ആനന്ദമയ കോശത്തെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ ധാരണയാണ് നമ്മളിവിടെ നിലനിൽക്കുന്നത്. സംസാരങ്ങളും പുസ്തകങ്ങളും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഇത്തരത്തിലുള്ള ടെർമിനോളജിയിൽ പഠിക്കാമെന്നല്ലാതെ കാര്യമെന്തെന്ന് പലരും സംസാരിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത് വ്യക്തമാക്കുന്നത്. എന്തായാലും സമഷ്ടിയായിരിക്കുന്ന ഭാവത്തിൽ ഈ 5 കാര്യങ്ങളും വ്യത്യസ്തമായ രൂപത്തിൽ ഭൗതികമായിരിക്കുന്ന ലോകം മുതൽ, ഭൗതികമായിരിക്കുന്ന പ്രപഞ്ചം മുതൽ, ആനന്ദമയ ഭാവത്തിലിരിക്കുന്ന സമഷ്ടിയായിരിക്കുന്ന ആനന്ദമയ കോശം വരെ നിലനിൽക്കുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്.